നമസ്കാരം. ഇന്ത്യൻ ഓർത്തഡോക്സ് സഭ മീഡിയ വിങ്ങിൻ്റെ ഈ ആഴ്ചയിലെ ന്യൂസ് ബുള്ളറ്റിനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. മലങ്കര സഭയുടെ എല്ലാ ദേവാലയങ്ങളിലും പരിശുദ്ധ ഗീവർഗീസ് സഹദായുടെ ഓർമ്മ പെരുന്നാൾ ഭക്തിസാന്ദ്രം ആചരിച്ചു വരുന്നു. ജാതിമത ഭേദമന്യേ വിശുദ്ധ സഹദായുടെ മധ്യസ്ഥത യാചിച്ചുകൊണ്ട് അനേകായിരങ്ങളാണ് ദേവാലയങ്ങളിലേക്ക് ഒഴുകി എത്തുന്നത്. പുതുപ്പള്ളി പള്ളി, ചന്ദനപ്പള്ളി പള്ളി, പാലിയേക്കര പള്ളി, ബ്രഹ്മവാർ ഭദ്രാസനത്തിൽപ്പെട്ട ഇച്ചിലമ്പാടി സെൻറ് ജോർജ് തീർത്ഥാടന ദേവാലയം, പിരളശ്ശേരി സെൻറ് ജോർജ് ഓർത്തഡോക്സ് കാതോലിക്കേറ്റ് സിംഹാസന പള്ളി, മട്ടാഞ്ചേരി കുനിൻകുരിശ് പഴയ സുറിയാനി പള്ളി തുടങ്ങി പ്രസിദ്ധ തീർത്ഥാടന കേന്ദ്രങ്ങളിലും എല്ലാ ദേവാലയങ്ങളിലും പെരുന്നാളിനോട് അനുബന്ധിച്ച് ദേവാലയങ്ങളിൽ സെൻറ് ജോർജ് ഷൈൻ എഴുന്നള്ളിക്കൽ ചടങ്ങ്, വെച്ചൂട്ടും പൊതുനേർച്ച സദ്യയും ചെമ്പെടുപ്പും ചരിത്രപ്രസിദ്ധമായ പുതുപ്പള്ളി പൊന്നിൻകുരിശ് എഴുന്നള്ളിപ്പും നടന്നുവരുന്നു. പെരുന്നാൾ ശുശ്രൂഷകൾക്ക് പരിശുദ്ധ കാതോലിക്ക ബാവ തിരുമേനിയും അഭിമന്യ പിതാക്കന്മാരും മുഖ്യ കാർമ്മികത്വം വഹിച്ചുവരുന്നു. പരിശുദ്ധ മാർത്തോമാ ശ്ലീഹായുടെ സിംഹാസനത്തെ ഭാഗ്യമോടെ അലങ്കരിച്ച മലങ്കരയിലെ ആദ്യ തദ്ദേശീയനായ മെത്രാപ്പൊലീത്ത മഹാനായ മാർത്തോമ ഒന്നാമൻ വലിയ മാർത്തോമ പിതാവിൻ്റെ 355ാമത് ഓർമ്മ പെരുന്നാൾ ഏപ്രിൽ 25 വെള്ളിയാഴ്ച പരിശുദ്ധ സഭ ഭക്തിപുരസ്സരം കൊണ്ടാടി. മലങ്കര സഭയുടെ പരമാധികാരിയായി ജനാധിപത്യപരമായി തിരഞ്ഞെടുക്കപ്പെട്ട ആദ്യത്തെ തലവനായിരുന്നു മാർത്തോമ ഒന്നാമൻ. വലിയ മാർത്തോമ എന്നും അറിയപ്പെട്ടിരുന്നു. 1653 ജനുവരി 3 പ്രസിദ്ധമായ കൂനൻകുരിശ് സത്യവും തുടർന്നുള്ള ഭിന്നതയ്ക്ക് ശേഷം മലങ്കര അസോസിയേഷൻ കൂടി സഭയുടെ തലവനായി തിരഞ്ഞെടുക്കപ്പെട്ടു. 1653 മെയ് 22 12 പുരോഹിതരുടെ കൈകൾ തലയിൽ വച്ചുകൊണ്ട് ആലങ്ങാട്ട് സെൻറ് മേരീസ് പള്ളിയിൽ വച്ച് മെത്രാപ്പൊലീത്ത സ്ഥാനം ഏറ്റു. പോർച്ചുഗീസുകാരും സ്വദേശികളായ രാജാക്കന്മാരും വഴി കാർമലൈറ്റ് പിതാക്കന്മാർ നടത്തിയ രാഷ്ട്രീയവും സാമ്പത്തികവുമായ സമ്മർദ്ദം ഒന്നാം മാർത്തോമായുടെ ഭരണകാലഘട്ടത്തെ ദുർഘടമാക്കി. എങ്കിലും അദ്ദേഹം ഇതൊന്നും കാര്യമായി എടുക്കാതെ ഭരണം തുടർന്നു. കൽപ്പനകളും കൂദാശകളും നടത്തി. മാർത്തോമ ഒന്നാമൻ 1670 ഏപ്രിൽ 25 കാലം ചെയ്തു. അങ്കമാലി മർത്തമറിയം പള്ളിയിൽ ഭൗതിക ശരീരം കബറടക്കുകയും ചെയ്തു. പുത്തൻകാവ് സെൻറ് മേരീസ് ഓർത്തഡോക്സ് കത്തീഡ്രലിൽ കബറടങ്ങിയിരിക്കുന്ന പുണ്യപിതാക്കന്മാരായ 6-ാം മാർത്തോമ, 8-ാം മാർത്തോമ, കാതോലിക്കേറ്റ് രത്നദീപം, ഗീവർഗീസ് മാർ പീലക്സിനോസ് എന്നീ പുണ്യപിതാക്കന്മാരുടെ സംയുക്ത ഓർമ്മ പെരുന്നാൾ ഏപ്രിൽ 25, 26 എന്നീ തീയതികളിൽ പരിശുദ്ധ സഭ ഭക്തിപുരസ്സരം കൊണ്ടാടി. ഓർമ്മ പെരുന്നാളിനോട് അനുബന്ധിച്ച് സന്ധ്യാനമസ്കാരത്തെ തുടർന്ന് ധ്യാനയോഗങ്ങൾ, ഭക്തി നിർഭരമായ റാസിയും ശ്ലൈഹിക വാഴ്വും കബറിങ്കൽ ധൂപാർപ്പണവും നേർച്ചയും നടത്തപ്പെട്ടു. പെരുന്നാൾ ശുശ്രൂഷകൾക്ക് പൗരസ്ത്യ കാതോലിക്കായും മലങ്കര മെത്രാപ്പൊലീത്തായും മലങ്കര ഓർത്തഡോക്സ് സുറിയാനി സഭയുടെ പരമാധ്യക്ഷനുമായ പരിശുദ്ധ ബെസിലിയോസ് മാർത്തോമ മാത്യൂസ് തൃതീയൻ കാതോലിക്ക ബാവ മുഖ്യ കാർമ്മികത്വവും അഭിമന്യ പിതാക്കന്മാർ സഹകാർമ്മികത്വവും വഹിച്ചു. പുത്തൻകാവ് സെൻറ് മേരീസ് ഓർത്തഡോക്സ് കത്തീഡ്രൽ നൽകുന്ന 6-ാം മാർത്തോമ അവാർഡ് ഡോക്ടർ പുനലൂർ സോമരാജന് പരിശുദ്ധ ബെസിലിയോസ് മാർത്തോമ മാത്യൂസ് തൃതീയൻ കാതോലിക്ക ബാവ തിരുമേനി സമ്മാനിച്ചു. മലങ്കര സഭയിൽ ഉടനീളം OVBS ക്ലാസുകൾ നടന്നുവരികയാണ്. വേനലവധിക്കാലം കുട്ടികൾക്ക് ഏറെ പ്രിയപ്പെട്ട ഓർത്തഡോക്സ് വെക്കേഷൻ ബൈബിൾ സ്കൂൾ നടക്കേണ്ടുന്ന സമയമാണ്. ഈ വർഷത്തെ OVBS നമ്മുടെ എല്ലാ കുട്ടികളും പങ്കെടുക്കുന്നുണ്ടെന്ന് മാതാപിതാക്കൾ പ്രത്യേകം ശ്രദ്ധിക്കണം. നമ്മുടെ കുഞ്ഞുങ്ങൾ ആത്മീയ മൂല്യങ്ങളിൽ നിന്നും മാറിപ്പോകാതെ ദൈവത്തോട് ചേർന്ന് വളരുവാൻ ഈ വർഷത്തെ OVBS ഇടയാകട്ടെ. പുരാതന മാർത്തോമൻ തീർത്ഥാടന കേന്ദ്രം സെൻറ് തോമസ് ഓർത്തഡോക്സ് കത്തീഡ്രൽ, കടമ്പനാട് പരിശുദ്ധ 3-ാം മാർത്തോമായുടെ 337ാം ഓർമ്മ പെരുന്നാൾ 2024 ഏപ്രിൽ 20 മുതൽ 24 വരെ പരിശുദ്ധ സഭ ഭക്തിപുരസ്സരം കൊണ്ടാടി. കടമ്പനാട് കത്തീഡ്രലിൽ കബറടങ്ങിയിരിക്കുന്ന പരിശുദ്ധ 3-ാം മാർത്തോമായെ പ്രദേശവാസികൾ വിശ്വാസപൂർവ്വം കടമ്പനാട് വലിയപ്പൂപ്പൻ എന്ന് വിളിച്ചു വരുന്നു. 1688 പരിശുദ്ധ പിതാവ് കാലം ചെയ്യുകയും കടമ്പനാട് പള്ളിയിൽ അനേകായിരങ്ങൾക്ക് അഭയമായി അന്ത്യവിശ്രമം കൊള്ളുകയും ചെയ്യുന്നു. ഓർമ്മ പെരുന്നാൾ ശുശ്രൂഷകൾക്ക് മലങ്കര സഭയുടെ കൊട്ടാരക്കര പുനലൂർ ഭദ്രാസനാധിപൻ അഭിമന്യ യൂഹാനന്മാർ തേവോദോറോസ് മെത്രാപ്പൊലീത്തായും കൽക്കട്ട ഭദ്രാസനാധിപൻ അഭിമന്യ അലക്സിയോസ് മാർ യൗസേബിയോസ് മെത്രാപ്പൊലീത്തായും അടൂർ കടമ്പനാട് ഭദ്രാസനാധിപൻ അഭിമന്യ ഡോക്ടർ സക്കറിയാസ് മാർ അപ്രേം മെത്രാപ്പൊലീത്തായും മുഖ്യ കാർമ്മികത്വം വഹിച്ചു.
ഓർമ്മ പെരുന്നാളിനോട് അനുബന്ധിച്ച് സന്ധ്യാനമസ്കാരത്തെ തുടർന്ന് ധ്യാനയോഗങ്ങൾ, ഭക്തി നിർഭരമായ റാസിയും ശ്ലൈഹിക വാഴ്വും, കബറിങ്കൽ, ധൂപാർപ്പണവും നേർച്ചയും നടത്തപ്പെട്ടു. ഈ വർഷത്തെ പരിശുദ്ധ മൂന്നാം മാർത്തോമ പുരസ്കാരം പൂയം തിരുനാൾ ഗൗരി പാർവതിബായി തമ്പുരാട്ടിക്ക് അഭിമന്യ അലക്സിയോസ് മാർ യൗസേബിയോസ് മെത്രാപ്പൊലീത്ത സമ്മാനിച്ചു. ആഗോള കത്തോലിക്ക സഭയുടെ പരമാധ്യക്ഷൻ പരിശുദ്ധ ഫ്രാൻസിസ് മാർപ്പാപ്പ കാലം ചെയ്തു. ക്രിസ്തുവിൻ്റെ സ്നേഹവും വിനയവും എന്താണെന്ന് ലോകത്തിന് വ്യക്തമാക്കി കൊടുത്ത ക്രിസ്തു ശിഷ്യനാണ് ഫ്രാൻസിസ് മാർപ്പാപ്പയെന്ന് പരിശുദ്ധ ബസേലിയോസ് മാർത്തോമ മാത്യൂസ് തൃതീയൻ കാതോലിക്ക ബാവ തിരുമേനി അനുസ്മരിച്ചു. ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ കബറടക്ക ശുശ്രൂഷയിൽ മലങ്കര ഓർത്തഡോക്സ് സഭയെ പ്രതിനിധീകരിച്ച് UK, യൂറോപ്പ്, ആഫ്രിക്ക ഭദ്രാസനാധിപനും എക്യുമെനിക്കൽ റിലേഷൻസ് വിഭാഗം വൈസ് പ്രസിഡന്റുമായ അഭിമന്യ എബ്രഹാം മാർ സ്തേഫാനോസ് മെത്രാപ്പൊലീത്ത, എക്യുമെനിക്കൽ റിലേഷൻസ് സെക്രട്ടറി ഫാദർ അശ്വിൻ ഫെർണാണ്ടസ്, വർക്കിംഗ് കമ്മിറ്റി അംഗം ശ്രീ ജേക്കബ് മാത്യു എന്നിവർ പങ്കെടുത്തു. ഡൽഹി ഭദ്രാസന മെത്രാപ്പൊലീത്തയായ അഭിമന്യ യോഹന്നാൻ മാർ ദിമത്രിയോസ് മെത്രാപ്പൊലീത്തായും ഡൽഹി ഭദ്രാസന സെക്രട്ടറി റവറൻഡ് ഫാദർ സജി എബ്രഹാം, സെൻറ് ജോൺസ് ഓർത്തഡോക്സ് ചർച്ച് വികാരിയും സൊസൈറ്റി ചെയർമാനുമായ റവറൻഡ് ഫാദർ TJ ജോൺസണും ഭാരവാഹികളും മയൂർ വിഹാർ ഫേസ് 1 നോയിഡ ഡെവലപ്മെൻറ്റ് അതോറിറ്റി പുതിയ സ്കൂളിനായി അനുവദിച്ച പുതിയ സ്ഥലം സന്ദർശിച്ചു പ്രാർത്ഥന നടത്തി. തുമ്പമൺ ഭദ്രാസനത്തിൻ്റെ ശതോത്തര രജത ജൂബിലിയുടെ ആഘോഷത്തിൻ്റെ ഭാഗമായി സംഘടിപ്പിക്കുന്ന കൺകോഡിയ 2025 മഹാസംഗമം വിജയകരമായി വൻ ജനപങ്കാളിത്തത്തോടെ മുന്നേറുന്നു. പത്തനംതിട്ട ജില്ല ഇന്നുവരെ കണ്ടിട്ടില്ലാത്ത കലാസാഹിത്യ സാംസ്കാരിക സമ്മേളനങ്ങൾക്കാണ് ജനങ്ങൾ സാക്ഷ്യം വഹിച്ചുകൊണ്ടിരിക്കുന്നത്. മലയാള മനോരമയുമായി ചേർന്ന് സംഘടിപ്പിക്കുന്ന ഹോർത്തൂസ് സാഹിത്യ സെഷനുകൾ ഇതിൻ്റെ പ്രധാന ആകർഷണമാണ്. കൂടാതെ 100-ൽ പരം സ്റ്റാളുകൾ, പ്ലാനറ്റോറിയം, പുഷ്പമേള, റോബോട്ടിക് എക്സ്പോ, ഫുഡ് കോർട്ടുകൾ, സെൽഫി കൗണ്ടറുകൾ ഉൾപ്പെടെ നിരവധി അനവധി ആകർഷണങ്ങൾ ഇതോടൊപ്പം ഉണ്ട്. മലങ്കര സഭയിൽ തന്നെ ആദ്യമായി ഒരു ഭദ്രാസനം ഏറ്റെടുത്ത് നടപ്പിലാക്കുന്ന ഈ ഒരു പ്രവർത്തനം നമ്മുടെ സാമൂഹിക പ്രതിബദ്ധതയുടെ പൂർത്തീകരണത്തിന് കൂടെ വേണ്ടിയാണ് നടപ്പിലാക്കുന്നത്. നരിയാപുരത്ത് പൂർത്തിയാക്കുവാൻ ആഗ്രഹിക്കുന്ന റിട്ടയർമെൻറ്റ് ഹോമിൻ്റെ ധനശേഖരണാർത്ഥം ഈ പരിപാടിയിൽ നിന്ന് ലഭിക്കുന്ന പണം വിനിയോഗിക്കുന്നതാണ്. സിവിൽ സർവീസ് പരീക്ഷയിൽ 81ാം റാങ്കോടെ ഉന്നത വിജയം കരസ്ഥമാക്കിയ മഞ്ഞക്കാല മാർ ഷെമവുൻ ദസ്തുനി ഓർത്തഡോക്സ് ഇടവകയിൽ പ്ലാവിലയിൽ കുമാരി റീനു അന്ന മാത്യുവിനെ പരിശുദ്ധ കാതോലിക്ക ബാവ ഭവനത്തിൽ സന്ദർശിച്ച് മലങ്കര സഭയുടെ അഭിനന്ദനങ്ങൾ നേർന്നു. 81ാം റാങ്കോടെ ഉന്നത വിജയം കരസ്ഥമാക്കിയ കുമാരി റീനു അന്ന മാത്യുവിന് മാർ ഗ്രിഗോറിയോസ് ഓർത്തഡോക്സ് ക്രൈസ്തവ വിദ്യാർത്ഥി പ്രസ്ഥാനം ആദരിച്ചു. കോട്ടയം സ്റ്റുഡൻറ് സെൻറ്ററിൽ നടന്ന ചടങ്ങിൽ MGOCSM പ്രസിഡന്റ് അഭിമന്യ ഡോക്ടർ എബ്രഹാം മാർ സെറാഫിം മെത്രാപ്പൊലീത്ത റീനുവിന് ഉപഹാരം നൽകി ആദരിച്ചു. സാൻമാർഗിക മാനുഷിക മൂല്യങ്ങൾ വർദ്ധിപ്പിക്കുന്ന ചിത്രീകരണങ്ങൾക്ക് പകരം മൂല്യം തകർക്കുന്ന ചിത്രീകരണങ്ങളും പരസ്യങ്ങളും പൊതുസമൂഹം തിരസ്കരിക്കണം. പരിശുദ്ധ കാതോലിക്ക ബാവ. സാൻമാർഗിക മൂല്യം നഷ്ടപ്പെടുന്ന ഈ കാലഘട്ടത്തിൽ സാൻമാർഗിക മാനുഷിക മൂല്യങ്ങൾ വർദ്ധിപ്പിക്കുന്ന ചിത്രീകരണങ്ങൾക്ക് പകരം മൂല്യം തകർക്കുന്ന ചിത്രീകരണങ്ങളും പരസ്യങ്ങളും പൊതുസമൂഹം തിരസ്കരിക്കണമെന്ന് പരിശുദ്ധ കാതോലിക്ക ബാവ പറഞ്ഞു. അഖില മലങ്കര ബെസ്ക്യോമോ അസോസിയേഷൻ വാർഷിക സമ്മേളനം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു പരിശുദ്ധ ബാവ തിരുമേനി. ഈ ആധ്യാത്മിക സാംസ്കാരിക ദൗത്യത്തിൽ ഉടമ്പടിക്കാരായ കൊച്ചമ്മമാർക്ക് വളരെ പ്രാധാന്യമുണ്ടെന്നും പരിശുദ്ധ ബാവ തിരുമേനി പറഞ്ഞു. മോബ കേന്ദ്ര വൈസ് പ്രസിഡന്റ് അഭിമന്യ മാത്യൂസ് മാർ തീമോത്തിയോസ് അധ്യക്ഷത വഹിച്ചു. അഭിമന്യ ഡോക്ടർ യോഹന്നാൻ മാർ ക്രിസോസ്റ്റമോസ് മെത്രാപ്പൊലീത്ത അനുഗ്രഹ പ്രഭാഷണം നടത്തി. ബേബിക്കുട്ടി തരകൻ കൊച്ചമ്മയിൽ നിന്നും 1 ലക്ഷം രൂപ സ്വീകരിച്ച് മോബയുടെ ജീവകാരുണ്യ നിധി പരിശുദ്ധ ബാവ തിരുമേനി ഉദ്ഘാടനം ചെയ്തു. അഭിമന്യ അലക്സിയോസ് മാർ യൗസേബിയോസ് മെത്രാപ്പൊലീത്ത, അഭിമന്യ എബ്രഹാം മാർ സെറാഫിം തിരുമേനി, പരിമല സെമിനാരി മാനേജർ എൽദോസ് ഏലിയാസ്, വൈസ് പ്രസിഡന്റുമാരായ ഫാദർ സോളു കോശി രാജു, ജെസ്സി വർഗീസ്, കേന്ദ്ര സെക്രട്ടറി റേച്ചൽ പി ജോസ്, ട്രഷറർ ഷൈനി സാബ്, ജോയിന്റ് സെക്രട്ടറിമാരായ മിനി ഉമ്മൻ, മിനി സൈമൺ എന്നിവർ പ്രസംഗിച്ചു. പ്രൊഫസർ എലിസബത്ത് വർക്കി ക്ലാസ് നയിച്ചു. വിവിധ മേഖലകളിൽ മികവ് തെളിയിച്ച കൊച്ചമ്മമാരായ ഷീബ മനോജ്,
ഷീന ജോസഫ്, എലിസബത്ത് വർക്കി എന്നിവരെ ആദരിച്ചു. ഫാദർ ടോണി യോഹന്നാൻ ക്വിസ് മത്സരം നടത്തി. ഫാദർ ഗീവർഗീസ് ബേബി ധ്യാനം നയിച്ചു. ബുധനാഴ്ച സമ്മേളനം സമാപിച്ചു. ഒന്നാം കാതോലിക്ക ബാവായുടെ ഓർമ്മ പെരുന്നാളിന് കൊടിയേറി. മലങ്കര ഓർത്തഡോക്സ് സുറിയാനി സഭയുടെ പ്രഥമ കാതോലിക്ക പരിശുദ്ധ ബെസേലിയോസ് പൗലോസ് പ്രഥമൻ ബാവായുടെ 112ാമത് ഓർമ്മ പെരുന്നാളിന് പിതാവ് കബറടങ്ങിയിരിക്കുന്ന പാമ്പാക്കുട സെന്റ് തോമസ് ഓർത്തഡോക്സ് ചെറിയ പള്ളിയിൽ കൊടിയേറി. വിശുദ്ധ കുർബാനയ്ക്കും ഖബറിങ്കിലെ ധൂപപ്രാർത്ഥനയ്ക്കും ശേഷം വികാരി ഫാദർ അബ്രഹാം പാലപ്പള്ളി കൊടിയേറ്റ് നടത്തി. മെയ് 1, 2, 3 തീയതികളിൽ സഭയുടെ പരമാധ്യക്ഷൻ പരിശുദ്ധ ബെസേലിയോസ് മാർത്തോമ്മ മാത്യൂസ് തൃതീയൻ കാതോലിക്ക ബാവയുടെ മുഖ്യ കാർമ്മികത്വത്തിലും ഇടുക്കി ഭദ്രാസനാധിപൻ സക്കറിയാസ് മാർ സേവേറിയോസ്, സുൽത്താൻ ബത്തേരി ഭദ്രാസനാധിപൻ ഡോക്ടർ ഗീവർഗീസ് മാർ ബർണബാസ് എന്നീ മെത്രാപ്പോലിത്തമാരുടെ സഹകാർമ്മികത്വത്തിലും പെരുന്നാൾ ചടങ്ങുകൾ നടത്തപ്പെടും. ഭാഗ്യസ്മരണാർഹനായ പരിശുദ്ധ ബെസേലിയോസ് ഗീവർഗീസ് പ്രഥമൻ കാതോലിക്ക ബാവയുടെ കാതോലിക്ക സ്ഥാനാരോഹണ ശതാബ്ദി ഏപ്രിൽ 30 ബുധനാഴ്ച നടത്തപ്പെട്ടു. രോഗം അലട്ടിയപ്പോഴും നോമ്പുകാലത്ത് പാൽ കുടിക്കാൻ വിസമ്മതിച്ചു പ്രാർത്ഥനാ ജീവിതം നയിച്ച പുണ്യപിതാവായിരുന്നു ഭാഗ്യസ്മരണാർഹനായ പരിശുദ്ധ ബെസേലിയോസ് ഗീവർഗീസ് പ്രഥമൻ കാതോലിക്ക ബാവ എന്ന് പരിശുദ്ധ ബെസേലിയോസ് മാർത്തോമ്മ മാത്യൂസ് തൃതീയൻ കാതോലിക്ക ബാവ അനുസ്മരിച്ചു. മാർ സാബോർ, മാർ അഫ്രോത്ത് പിതാക്കന്മാരുടെ ഓർമ്മ മലങ്കര സഭയുടെ വിവിധ ദേവാലയങ്ങളിൽ ഭക്തി പുരസ്സരം കൊണ്ടാടി. കേരളത്തിലെ മാർത്തോമൻ നസ്രാണി പാരമ്പര്യത്തിന് പേർഷ്യൻ വാണിജ്യ ബന്ധവുമായി അഭേദ്യമായ അടുപ്പം കൽപ്പിക്കപ്പെടുന്നു. ഈ ബന്ധത്തിൻ്റെ തുടർച്ചയെന്നോണം പേർഷ്യൻ സഭയിൽ നിന്നും നിരവധി മെത്രാന്മാരും വിശ്വാസികളും ഇന്ത്യയിൽ എത്തിയതായി ചരിത്രം സാക്ഷിക്കുന്നു. കർത്തൃശിഷ്യനായ വിശുദ്ധ മാർത്തോമാ ശ്ലീഹായ്ക്കു ശേഷം മലങ്കര സഭ തദ്ദേശീയരായ അർക്കദിയോക്കന്മാരാൽ ഭരിക്കപ്പെടുകയും പേർഷ്യയിൽ നിന്നും ഇവിടെ എത്തിയിരുന്ന മെത്രാന്മാരാലും പുരോഹിതരാലും ആത്മീയ കാര്യങ്ങൾ നിർവഹിക്കപ്പെട്ടു പോരുകയുമായിരുന്നു. മാർ സാബോർ, മാർ അഫ്രോത്ത് പിതാക്കന്മാർ പേർഷ്യൻ വ്യാപാര സംഘത്തോടൊപ്പം AD 825 കേരളത്തിൽ എത്തിയെന്ന് വിശ്വസിക്കപ്പെടുന്നു. മാർ സാബോർ, അഫ്രോത്ത് പിതാക്കന്മാർ കേരളം മുഴുവൻ ക്രൈസ്തവ സുവിശേഷീകരണ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുകയും ജീവിച്ചിരിക്കുമ്പോൾ തന്നെ വിശുദ്ധന്മാർ എന്ന് അറിയപ്പെടുകയും ചെയ്തു. മാർ സാബോർ പിതാവ് തേവലക്കര പള്ളിയിൽ മാർ ആബോ എന്ന പേരിൽ കബറടങ്ങിയിരിക്കുന്നു. എല്ലാ വർഷവും ഭക്തി പുരസ്സരം പെരുന്നാൾ ആചരിച്ചു വരുന്നു. കാതീശന്മാരും പുണ്യപിതാക്കന്മാരും ആയിരുന്നു സാബോർ, അഫ്രോത്ത് പിതാക്കന്മാർ. വടക്കൻ പറവൂർ മാർത്തോമൻ പള്ളിയിൽ കബറടങ്ങിയിരിക്കുന്ന ഊർസ്ലേം പാത്രിയാർക്കീസ് ഭാഗ്യസ്മരണാർഹനായ അബ്ദുൽ ജലീൽ മാർ ഗ്രിഗോറിയോസ് ബാവായുടെ 344ാം ഓർമ്മ പെരുന്നാൾ പരിശുദ്ധ സഭ ഭക്തി പുരസ്സരം കൊണ്ടാടി. പാത്രിയാർക്കീസായിരുന്ന മാർ ഗ്രിഗോറിയോസ് അബ്ദുൽ ജലീൽ ബാവായുടെ വരവോടെയാണ് മലങ്കര സഭയും പാശ്ചാത്യ സുറിയാനി സഭയും തമ്മിൽ സംസർഗത്തിലാകുന്നത്. മാർ ഗ്രിഗോറിയോസ് ബാവ ധരിച്ച വസ്ത്രങ്ങൾ, ഒരു സ്വർണ്ണക്കുരിശ്, ഒരു അരുളിക്ക എന്നിവ ഇപ്പോഴും വടക്കൻ പറവൂർ പള്ളിയിൽ സൂക്ഷിച്ചിട്ടുണ്ട്. വിശുദ്ധമായ അരുളിക്കയിൽ 12 ഭാഗങ്ങളാണുള്ളത്. അതിൽ 11 വിശുദ്ധരുടെ തിരുശേഷിപ്പും മധ്യത്തിൽ 12ാമത്തെ വിഭജനത്തിൽ ക്രിസ്തുവിനെ ക്രൂശിച്ച കുരിശിൻ്റെ ഒരു ഭാഗവും അടങ്ങിയിരിക്കുന്നു. ഇവ പെരുന്നാൾ ദിനത്തിൽ ആചാരപരമായി പുറത്തെടുത്ത് വിശ്വാസികൾക്കായി പ്രദർശിപ്പിച്ചു. മാർ ഗ്രിഗോറിയോസ് അബ്ദുൽ ജലീൽ ബാവായുടെ പെരുന്നാൾ ഏപ്രിൽ 28 നിരണം പള്ളിയുടെ ഇലഞ്ഞിക്കൽ ചാപ്പലിലും ആഘോഷിച്ചു. ഇടുക്കി ഭദ്രാസന കേന്ദ്രമായ ചക്കുവള്ളം അരമന പള്ളിയും മാർ ഗ്രിഗോറിയോസ് ബാവായുടെ നാമത്തിലാണ് സ്ഥാപിതമായിരിക്കുന്നത്. വടക്കൻ പറവൂർ മാർത്തോമൻ പള്ളിയിൽ കബറടങ്ങിയിരിക്കുന്ന ഊർസ്ലേം പാത്രിയാർക്കീസ് ഭാഗ്യസ്മരണാർഹനായ അബ്ദുൽ ജലീൽ മാർ ഗ്രിഗോറിയോസ് ബാവായുടെ 344ാം ഓർമ്മ പെരുന്നാൾ പരിശുദ്ധ സഭ ഭക്തി പുരസ്സരം കൊണ്ടാടി. പാത്രിയാർക്കീസായിരുന്ന മാർ ഗ്രിഗോറിയോസ് അബ്ദുൽ ജലീൽ ബാവായുടെ വരവോടെയാണ് മലങ്കര സഭയും പാശ്ചാത്യ സുറിയാനി സഭയും തമ്മിൽ സംസർഗത്തിലാകുന്നത്. മാർ ഗ്രിഗോറിയോസ് ബാവ ധരിച്ച വസ്ത്രങ്ങൾ, ഒരു സ്വർണ്ണക്കുരിശ്, ഒരു അരുളിക്ക എന്നിവ ഇപ്പോഴും വടക്കൻ പറവൂർ പള്ളിയിൽ സൂക്ഷിച്ചിട്ടുണ്ട്. വിശുദ്ധമായ അരുളിക്കയിൽ 12 ഭാഗങ്ങളാണുള്ളത്. അതിൽ 11 വിശുദ്ധരുടെ തിരുശേഷിപ്പും മധ്യത്തിൽ 12ാമത്തെ വിഭജനത്തിൽ ക്രിസ്തുവിനെ ക്രൂശിച്ച കുരിശിൻ്റെ ഒരു ഭാഗവും അടങ്ങിയിരിക്കുന്നു. ഇവ പെരുന്നാൾ ദിനത്തിൽ ആചാരപരമായി പുറത്തെടുത്ത് വിശ്വാസികൾക്കായി പ്രദർശിപ്പിച്ചു. മാർ ഗ്രിഗോറിയോസ് അബ്ദുൽ ജലീൽ ബാവായുടെ പെരുന്നാൾ ഏപ്രിൽ 28 നിരണം പള്ളിയുടെ ഇലഞ്ഞിക്കൽ ചാപ്പലിലും ആഘോഷിച്ചു.
ഇടുക്കി ഭദ്രാസന കേന്ദ്രമായ ചക്കുവള്ളം അരമന പള്ളിയും മാർ ഗ്രിഗോറിയോസ് ബാവായുടെ നാമത്തിലാണ് സ്ഥാപിതമായിരിക്കുന്നത്. അഖിലമലങ്കര പ്രാർത്ഥനാ യോഗം വാർഷിക സമ്മേളനം ഇടുക്കി ഭദ്രാസനത്തിലെ കുങ്കിരിപ്പെട്ടി സെന്റ് തോമസ് കത്തീഡ്രലിൽ നടത്തപ്പെട്ടു. പരിശുദ്ധ കാതോലിക്ക ബാവ തിരുമേനി ഉദ്ഘാടനം ചെയ്ത സമ്മേളനത്തിൽ ഫാദർ ഡോക്ടർ വർഗീസ് മീനടം ധ്യാനം നയിച്ചു. ആരാധനയും കുടുംബ പ്രാർത്ഥനയുമുള്ള ഭവനങ്ങളിൽ മക്കൾ ദൈവസ്നേഹത്തിൽ വളരും എന്ന് പരിശുദ്ധ കാതോലിക്ക ബാവ തൻ്റെ ഉദ്ഘാടന പ്രസംഗത്തിൽ പറഞ്ഞു. ഹിമാചൽ പ്രദേശിൽ നടന്ന ദേശീയ പവർ ലിഫ്റ്റിംഗ് മത്സരത്തിൽ കേരളത്തിനായി 1ാം സ്ഥാനങ്ങൾ നേടി സ്വർണ്ണ മെഡലുകൾ കരസ്ഥമാക്കിയ ശ്രീ സോളമൻ തോമസും ഭാര്യ ക്രിസ്റ്റി സോളമനും ചെന്നൈയിലെ BS അബ്ദുൾ റഹ്മാൻ ക്രസന്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജിയിൽ നിന്നും തൊഴിൽ മേഖലയിലെ ആരോഗ്യവും സുരക്ഷയും എന്ന വിഷയത്തിൽ PhD കരസ്ഥമാക്കിയ ശ്രീ ജെറിൻ ജോൺ കുട്ടിക്കും മഹാത്മാഗാന്ധി സർവകലാശാലയിൽ നിന്നും ഗണിതശാസ്ത്രത്തിൽ PhD നേടിയ കോഴഞ്ചേരി സെന്റ് തോമസ് കോളേജ് അസിസ്റ്റന്റ് പ്രൊഫസർ ശ്രീമതി ആൻ സൂസ തോമസിനും ഇന്ത്യൻ ഓർത്തഡോക്സ് സഭ മീഡിയ വിംഗ് അഭിനന്ദനങ്ങൾ നേരുന്നു. ഇതോടെ ഈ ആഴ്ചയിലെ ന്യൂസ് ബുള്ളറ്റിൻ സമാപിക്കുന്നു. നന്ദി, നമസ്കാരം.